പരിസ്ഥിതി മലിനീകരണം നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മലിനമായ സാഹചര്യങ്ങൾ ഉള്ളിടത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന നിരവധി രോഗാവസ്ഥകളുണ്ട്. മലിനമായ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഡിമെൻഷ്യ പോലുള്ള രോഗാവസ്ഥകൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. ഡിമെൻഷ്യ എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഓർമ്മശക്തിയെയും ചിന്തയെയും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണ്. ഇത് ഒരു രോഗമല്ല, മറിച്ച് മറവി, ആശയക്കുഴപ്പങ്ങൾ, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളെ പ്രകടമാക്കുന്നു. ഈ അവസ്ഥ ദൈനംദിന ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. ഉയർന്ന മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഡിമെൻഷ്യ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദീർഘകാലമായി വായു മലിനീകരണത്തിന് വിധേയമാകുന്നത് ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് വർദ്ധിക്കുന്നതിന് തെളിവുകളുമുണ്ട്. ഉയർന്ന തോതിൽ വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മോശമായിരിക്കും. PM2.5, നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയവ തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അളവ് മലിനമായ വായുവിൽ അധികമായി പ്രകടമാകുന്നതാണ്. ഇത് ശ്വസിക്കുന്നതിലൂടെ ആരോഗ്യത്തെയും അത് ബാധിക്കും. മലിനീകരമായ വായു ശ്വസിക്കുന്നതിലൂടെ PM2.5 പോലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിൽ ആഴത്തിൽ കയറുകയും പിന്നീട് രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇവ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ വീക്കം, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും. ഇത് നാഡീകോശങ്ങളെയും തലച്ചോറിനെയും ദോഷകരമായി ബാധിച്ചേക്കാം. മനുഷ്യ ശരീരത്തിലെ പ്രധാന കവാടമാണ് മൂക്ക്. ഇതിലൂടെ മാലിന്യങ്ങൾക്ക് തലച്ചോറിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കും. ഇത് ഓർമ്മ, അറിവ് തുടങ്ങിയ തലച്ചോറിന്റെ ഭാഗങ്ങളിൽ വീക്കമുണ്ടാക്കുകയും കാലക്രമേണ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. മലിനവായു ശ്വസിക്കുന്നതിലൂടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ ഇത് സാരമായി തന്നെ ബാധിക്കാം. മലിനവായുവിലൂടെ പ്രവേശിക്കുന്ന ഈ പദാർത്ഥങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതെ ആവുകയും തുടർന്ന് ഡിമെൻഷ്യ പോലുള്ള ആരോഗ്യസ്ഥിതികളിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഈ അപകട സാധ്യത എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്നുണ്ട്. കുട്ടികളെയും പ്രായമായവരെയും ഒരുപോലെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നതാണ്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും തുടർച്ചയായി മലിനവായു ശ്വസിച്ചാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഇത് ഇപ്പോൾ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ മുഴുവനായി നമുക്ക് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ തടയാൻ കഴിയും. നമ്മുടെ വീടുകളിൽ വായു ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. മലിനീകരണത്തിന്റെ അളവ് കൂടുതലായിരിക്കുമ്പോൾ പുറത്ത് സഞ്ചരിക്കുന്നത് ഒഴിവാക്കാം. ഏറ്റവും മലിനമായ പ്രദേശങ്ങളിൽ മാസ്കുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കൂ. ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ മലിനീകരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്.